വറ്റിപ്പോയ അരൽസിയിലൂടെ ഒരു ഓഫ് റോഡ് യാത്ര പോവുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ അന്നേ ഈ വണ്ടി സെലക്ട് ചെയ്തത്. അപ്പോൾ ഒന്ന് ഇവിടെ ടൂർ ഗൈഡും ആൾക്കാരുണ്ട്, ഇതിനു വേണ്ടി ട്രിപ്പ് പോകാനുള്ള സ്പെഷ്യൽ വണ്ടിയുണ്ട്. പക്ഷേ നമ്മൾ നമ്മുടേതായ രീതിക്ക് കണ്ടുപിടിച്ച് വഴിയൊക്കെ ഏകദേശം നോക്കി ആണ് നമ്മൾ പോകുന്നത്. പക്ഷേ നമ്മൾ ഫുൾ അങ്ങ് പോകുന്നില്ല, കുറച്ച് ദൂരം മാത്രമേ പോകുന്നുള്ളൂ. കാരണം നമുക്കല്ലെങ്കിൽ തിരിച്ചു വരാൻ പറ്റില്ല. കാരണം അവിടെ പോയാൽ ക്യാമ്പിംഗ് ഒക്കെ ഉണ്ട്, അവിടെ പോയി സ്റ്റേ ചെയ്യണം. സാധാരണ അരൽസി ടൂർ എന്നും പറഞ്ഞ് തന്നെയുണ്ട്. അതൊരു 1 ഡേ ടൂറാണ്. അത് ഇവിടെ നിന്ന് പോയി അരൽസിയിൽ ഒരു സ്റ്റേ ആണ്. അതിൻ്റെ ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലമൊക്കെ വെള്ളം വറ്റിക്കിടക്കുന്നതാണെങ്കിലും ഇപ്പോൾ അരൽസിയുടെ ബാക്കി അവശേഷിക്കുന്ന ഭാഗത്ത് ബീച്ചിൽ പോയാണ് സ്റ്റേ. അവിടെ ടെൻറ്റ് കെട്ടിയാണ് സ്റ്റേ. അപ്പോൾ ഫുഡും എല്ലാം കൊണ്ടുപോകണം. അവർക്കറിയാം ഇവിടെ നിന്നുള്ള റൂട്ട്. 4 മണിക്കൂർ നമ്മളീ പോണ വഴിക്ക് ഡ്രൈവ് ചെയ്ത് പോയെങ്കിൽ അവിടെ എത്തുള്ളൂ. നമുക്ക് അവിടെ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അടുത്ത ദിവസങ്ങളിലെ പ്രോഗ്രാമുകളിൽ നമുക്ക് ഓൺ ടൈമിൽ എത്താൻ പറ്റില്ല. അപ്പോൾ അരൽസിയുടെ കുറച്ച് ഭാഗം മാത്രം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് ഒരു ഓഫ് റോഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോരാനാണ് നമ്മുടെ പ്ലാൻ. അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള കണ്ടിന്യൂവേഷൻ പ്ലാൻ എല്ലാം തെറ്റിപ്പോവും. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. ഇങ്ങനെയാണ് സീ മൊത്തം. ഇതതിൻ്റെ ഇടയ്ക്കൂടെയുള്ള വഴികളാണ്. അത് വണ്ടി ഓടി ആ പാതയിൽ കൂടെ മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ. 2 സൈഡിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വണ്ടി ഈ താന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. മൊത്തത്തിൽ അങ്ങനെ താന്നു പോകല്ല, നമുക്കിനി ഈ കുറച്ച് ബുഷസൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ്. വണ്ടിയെല്ലാം കയറി എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ് സൈഡ് അസിസ്റ്റൻസ് ഒന്നും നമുക്കില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇതൊന്നും ഇല്ലാത്ത സ്ഥലത്തൊന്നും ഇറങ്ങുന്നുണ്ട്. അത് ആണ് നമ്മളിനി ട്രൈ ചെയ്യാൻ പോകുന്നത്. എക്സ്പീരിയൻസ് ചെയ്യുക എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ വന്നപ്പോൾ ഗ്യാസ് ഫില്ലിംഗ് സ്റ്റേഷൻ ഉണ്ട്. അത് നാച്ചുറൽ ഗ്യാസ് കുഴിച്ചെടുക്കണതാണത്. അങ്ങനത്തെ 2 ഉണ്ട്. ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. അല്ല 3 ഉണ്ട്. 3 അല്ല, ഇവിടെ കുറേ ഉണ്ട്. 2 സൈഡുകളിൽ കൂടെ എല്ലാം. ഈ രാജ്യത്ത് നാച്ചുറൽ ഗ്യാസ് കൊണ്ട് സമ്പൽ സമൃദ്ധമാണ്. അപ്പോൾ ഇതുപോലെ നിറച്ച് ഗ്യാസ് ഇങ്ങനെ കുഴിച്ചെടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ഇടയ്ക്ക് ലോറി പോകണ കണ്ടില്ലേ, കൺസ്ട്രക്ഷൻ നടക്കുന്നതിൻ്റെ അവിടുത്തെ ലോറി പോണതാണ്. അപ്പോൾ ഇവിടുത്തെ വലിയൊരു വരുമാനമാണ് നാച്ചുറൽ ഗ്യാസ്. ഇവിടെ ഇതുപോലെ ഒത്തിരി ഉണ്ട്. ഗ്യാസ് നാച്ചുറൽ ഗ്യാസ് എടുക്കണേ. ഈ ടവർ പോലെ പൊങ്ങിക്കണ മൊത്തം അങ്ങനെ നാച്ചുറൽ ഗ്യാസ് എടുക്കണതാണ്. അതുപോലെ നാച്ചുറൽ ഗ്യാസ് വെച്ച് ഇവർ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടുന്ന് വലിയ ലൈനുകൾ പോകുന്നത്. ഇതിൽ നിന്ന് കറണ്ടും ഉണ്ടാക്കി സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസിന് വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ ഈ വണ്ടി ഹയർ ചെയ്ത് തന്നെ അതിന് വേണ്ടിയാണ്. ഇത് ഷെവർലെ സബർബൻ വണ്ടിയാണ്. ഇത് 6 ലിറ്റർ പെട്രോൾ എഞ്ചിൻ, 8 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ. അപ്പോൾ നമ്മളൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസിന് വേണ്ടി എടുത്തതാണ്. നമ്മൾ ചെറിയ ഓഫ് റോഡ് പരിപാടി ചെയ്യുവാണ്. ഇത് അറാൾസിയുടെ സീ ബെഡാണ്. ഇവിടെ താഴെ കപ്പൽ കാര്യങ്ങളെല്ലാം കിടക്കുന്നതാണ്. അപ്പോൾ ഈ സീ ബെഡിലൂടെ നമ്മൾ ഒരു ചെറിയ ഡ്രൈവിംഗ് നടത്താൻ. അങ്ങനെ സീ ബെഡിലൂടെയുള്ളൊരു ഡ്രൈവ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പുറത്തിറങ്ങി നിന്ന് ഷൂട്ട് ചെയ്യുകയാണ്. അവരെല്ലാവരും വണ്ടിയിലുണ്ട്. അത്ര എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് വണ്ടി 4 വീൽ ഡ്രൈവാണ്. അതുകൊണ്ട് പിന്നെ 6 ലിറ്റർ എൻജിനാണ് പറഞ്ഞ പോലെ. നിറച്ച് പൊടിയാട്ടോ പറക്കണേ. വണ്ടി അങ്ങനെ മൂവ് ആവുന്നില്ല. ഫുൾ കാല് കൊടുത്തിട്ടും പൊടി കാരണം പകുതി കാണാനും പറ്റുന്നില്ല. ഈ സീ ബെഡിൽ വണ്ടി അങ്ങ് താന്നു പോകുക. അതുകൊണ്ട് വണ്ടി അങ്ങ് മൂവ് ചെയ്യണം. ഞാൻ റൈഡ് ചെയ്തപ്പോഴും ഇതായിരുന്നു പ്രോബ്ലം. കുറേ നേരെ ഓടുവാണെങ്കിൽ കുഴപ്പമില്ല. വണ്ടി തിരിച്ചു കഴിഞ്ഞാൽ അപ്പം സ്പീഡ് അങ്ങ് പോകും. നേരെ ഓടുവാണെങ്കിൽ സ്പീഡിൽ കയറിയിട്ട് വണ്ടി നമ്മൾ സ്കിഡ് ചെയ്യിപ്പിക്കാൻ നോക്കുവാണെങ്കിൽ സ്കിഡ് ആവത്തില്ല. വണ്ടി സ്റ്റക്കായി നിന്ന് പോവുക. ഒരു പൂഴി മണ്ണാണ് ശരിക്കും സീ ബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും വറ്റി വരണ്ട് നല്ല ചെളിയായിട്ടുള്ള സാധനം നല്ല പൊടിയായിട്ട് കിടക്കണതാണ്. ഇതുകൊണ്ട് സ്ട്രെയിറ്റ് പോയാൽ ഒരു കുഴപ്പമില്ല, വണ്ടി അങ്ങനെ അങ്ങ് പോകും. വളവ് തിരിക്കുമ്പോഴത്തേക്ക് സ്പീഡ് കുറഞ്ഞു പോകുന്നുണ്ടോ. കാരണം മണ്ണിൽ പൊടിയിൽ വീലങ്ങ് പൂത്തി പോവുക ചെയ്യുന്നത്.
വണ്ടി ഓടിക്കാൻ ഹരമുള്ള എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ പറ്റിയ റൂട്ടാണ്. അങ്ങനെ ഞങ്ങൾ മാറി മാറി ഡ്രൈവിംഗ് ഇഷ്ടമുള്ള എല്ലാവരും ഞങ്ങൾ ട്രൈ ചെയ്തു. ഈ റൂട്ടിൽ കൂടെ ഡ്രൈവ് ചെയ്യാൻ ഒരു ഓഫ് റോഡ് ഇതാണ്. ഇപ്പോൾ സ്റ്റാൻലി ചേട്ടനാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വെള്ളം ഇറങ്ങി പോകുന്ന സ്ഥലമാണ്. അവിടെ നമ്മളിത് ചവിട്ടുമ്പോൾ താന്നു പോണേ കൂട്ട് ചെളി ഉണങ്ങിയ ഇതാണ്. കക്ക കിടക്കണുണ്ട്. കക്കയൊക്കെ ഇഷ്ടം പോലെയുണ്ട്. വണ്ടി വന്ന സ്ഥലം ഇങ്ങനെ കിടക്കും. നിറച്ച് കക്കകളാണ്. ഇതാണ് ഉണങ്ങിപ്പോയ സീ. അപ്പോൾ നമ്മുടെ RRLC അഡ്വഞ്ചർ കഴിഞ്ഞു. നമ്മുടെ വണ്ടി ആകെ ചെളി പിടിച്ച് പൊടി പിടിച്ച അവസ്ഥയിലായിരുന്നു. നമ്മൾ എന്നിട്ട് നമ്മുടെ വണ്ടി ഒന്ന് കഴുകി വൃത്തിയാക്കാനായിട്ട് നമുക്കകത്ത് കയറിയിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. കാരണം നമ്മുടെ AC-യുടെ വെൻ്റ് ഇനിയാണെങ്കിൽ ഓഫ് റോഡ് പോകുന്ന ആൾക്കാരെല്ലാം ശ്രദ്ധിക്കണം. നമ്മുടെ AC-യുടെ വെൻ്റ് ഓപ്പൺ ആയിരുന്നു. അതുകൊണ്ട് പുറത്തുനിന്നുള്ള എയർ അകത്തേക്ക് കയറുന്നത് നമ്മൾ ആ കടൽ മണലിലൂടെ പോയപ്പോൾ ആ മണലെല്ലാം അകത്തേക്ക് കയറി നമ്മുടെ ഇൻറ്റീരിയറൊക്കെ വൃത്തികേടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇൻസൈഡും ഔട്ട്സൈഡും ഒരു ക്ലീനിങ് ചെയ്തു. ഇത് നമ്മുടെ ഉസ്ബെക്കിസ്ഥാനിലെ RRLC-യുടെ അടുത്തുള്ള മൊയ്നാക്ക് എന്ന് പറഞ്ഞ ടൗണിലെ ഒരു സർവീസ് സ്റ്റേഷനാണ്. ഇവിടുത്തെ തൊഴിലാളികൾ എത്ര ആത്മാർത്ഥമായിട്ടാണ് ഇവർ പണിയെടുക്കുന്നത് എന്നുള്ളത് സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ നമ്മളെ അതിശയിപ്പിക്കുകയായിരുന്നു. ഞങ്ങൾ മതി എന്ന് പറഞ്ഞിട്ടും ഇവർ നിർത്താൻ കൂട്ടാക്കാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവർ ചെയ്യുന്നത്. എന്നാൽ വളരെ നിസ്സാരമായ ഒരു തുകയെ ഇവർ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇവരുടെ തൊഴിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ അവർ ചോദിച്ച അത്രയെങ്കിലും നമ്മൾ കൂടുതൽ കൊടുക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു പണിയാണ് അവർ ചെയ്തത്. അകം ലൈറ്റായിട്ടൊന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞെങ്കിലും അവർ അകവും പുറവും വളരെ വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വണ്ടി വീണ്ടും നമ്മുടെ റോഡിൽ ഇറക്കാൻ മാത്രം എല്ലാ രീതിയിലും ക്ലിയറാക്കി അകവും പുറവും എല്ലാം ക്ലീൻ ചെയ്തു. ഇപ്പോൾ ഈ വണ്ടി ഒരു ഓഫ് റോഡ് ഡ്രൈവിന് പോയതാണെന്ന് കണ്ടാൽ ആരും പറയില്ല. അത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. ഈ തൊഴിലാളി സുഹൃത്തുക്കളോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ഉസ്ബെക്കിസ്ഥാന്റെ പേരിൽ അതെ അല്ല, മുൻ സോവിയറ്റ് യൂണിയന്റെ പേരിൽ ഈ തൊഴിലാളികളോടുള്ള വളരെ അഗൈതമായ നന്ദി. താങ്ക് യു. ഹായ്, സേ താങ്ക് യു. യൂട്യൂബ് വളരെ നല്ല മനുഷ്യരാണ് ഈ രാജ്യത്ത് മുഴുവൻ കാണുന്നത്. വളരെ പാവപ്പെട്ട നല്ല മനുഷ്യർ, വളരെ സഹൃദയരായിട്ടുള്ള മനുഷ്യർ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മളെല്ലാവരും കണ്ടുകൊണ്ട് നിന്നു. നമ്മുടെ ചില സുഹൃത്തുക്കൾ, തൊഴിലാളി വിരുദ്ധരായിട്ടുള്ള ചില സുഹൃത്തുക്കൾ ഓരോ ചെളിയും തൊട്ട് കാണിച്ച് കൊടുക്കുകയല്ല, തൊട്ട് കാണിച്ച് തുടപ്പിച്ചു. 5 പൈസയുടെ പണി ചെയ്യാതെ എല്ലാവരും കയ്യും കെട്ടി നിന്ന് കണ്ടു. പരമാവധി തൊട്ട് കാണിച്ചു. തൊഴിലാളി അനുകൂലികളായ സുഹൃത്തുക്കൾ വളരെ ആത്മാർത്ഥമായി അവരുടെ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ അവരെ ഉത്സാഹിപ്പിക്കുകയും നമ്മൾ അവരോടുള്ള അനുമോദനവും നമ്മുടെ നന്ദിയും രേഖപ്പെടുത്തി. ഒരു 10,000 രൂപയെങ്കിലും ഇവർക്ക് കൂടുതൽ കൊടുക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.